തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തിരൂർ മുനിസിപ്പാലിറ്റി UDF വ്യക്തമായ വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ്. 19 സീറ്റിൽ UDF വിജയം കൈവരിച്ചിരിക്കുകയാണ്. സ്വതന്ത്രർ 2, BJP 1, LDF 16 ഇപ്പോഴത്തെ കക്ഷിനില. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ UDF 19 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. UDFിൻ്റെ വിജയം ആഘോഷിക്കുന്നത് നമുക്ക് കാണാം. LDF 16 സീറ്റിലാണ് മത്സരിച്ച് വിജയിച്ചത്. അതേസമയം സ്വതന്ത്രർ 2 സീറ്റിലും BJP 1 സീറ്റിലുമാണ് മത്സരിച്ച് വിജയിച്ചത്. UDFിൻ്റെ വ്യക്തമായ വിജയം നിങ്ങൾക്ക് കാണാം. ഇതാ നമ്മൾ റോട്ടിലേക്ക് പോവുകയാണ്. UDF 19 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. LDF 16 സീറ്റിലും UDF 19 സീറ്റിലും വിജയിച്ചിരിക്കുകയാണ്. സ്വതന്ത്രർ 2 സീറ്റിലും BJP 1 സീറ്റിലുമാണ് വിജയിച്ചിട്ടുള്ളത്. UDF 19 സീറ്റിലാണ് തിരൂർ നഗരസഭയിൽ വിജയിച്ചിട്ടുള്ളത്. UDF ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിരൂർ നഗരസഭയിൽ. ഇതുവരെ LDF ഭരിച്ചിരുന്ന നഗരസഭ ഇനി മുതൽ UDF ഭരിക്കും. UDF ആണ് ഇനി ഭരിക്കാൻ പോകുന്നത് തിരൂർ നഗരസഭ. 19 വാർഡുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF 19 വാർഡിൽ വിജയിച്ചിരിക്കുകയാണ്. LDF 16 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്. സ്വതന്ത്രർ 2 സീറ്റിലും BJP 1 സീറ്റിലുമാണ് വിജയിച്ചിട്ടുള്ളത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. സ്വയം സംരക്ഷിതരാവുക, സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. കൈപ്പറ്റേണ്ടതാണ്. 1 മുതൽ 38 വരെ വാർഡുകളിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. 6 കണ്ണിന് മുൻപാകെ ഒരു നോട്ടീസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും 6 കണ്ണിൽ നിന്ന് ആ നോട്ടീസ് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. 1 മുതൽ 38 വരെ വാർഡുകളിൽ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളും തങ്ങളുടെ നോട്ടീസ് 6 കണ്ണിൽ നിന്ന് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. കട്ടി
കെട്ടിക്കട്ടിച്ച് ഭരിക്കും ഞങ്ങൾ UDF ഭരിക്കും ഞങ്ങൾ 23 ശ്രീ മുസ്തഫ ശ്രീ ഷബീർ കെട്ടിക്കട്ടിച്ച് LDF-നെ കെട്ടിക്കട്ടിച്ച് UDF-നെ കെട്ടിക്കട്ടിച്ച് ചുവപ്പിക്കില്ല തിരുവനന്തപുരം ചോപ്പിക്കില്ല കെട്ടിക്കട്ടിച്ച് LDF-നെ കെട്ടിക്കട്ടിച്ച് ചോക്കില്ല ചുവപ്പിക്കില്ല തിരുവനന്തപുരം ചുവപ്പിക്കില്ല ആരാ പറയുന്നറിയാമോ UDF പറയുന്നേ LDF-നെ കെട്ടിക്കട്ടിച്ച് മാമൻ വന്നാലും അമ്മായി വന്നാലും തിരുവനന്തപുരം ചുവപ്പിക്കില്ല കെട്ടിക്കട്ടിച്ച് അമ്മായി വന്നാലും അമ്മ ഞങ്ങളൊന്നൊരു
പ്രഖ്യാപനമാണ്. കണ്ടോട്ടെ, കൊടിയുടെ നിറം കണ്ടോട്ടെ. ചെങ്ങായി എത്ര പേര് വെച്ചിട്ടുണ്ട്
രണ്ട് സ്വതന്ത്രരുണ്ട്. എന്തായാലും അതിൽ 15-ാം വാർഡ് സതീശൻ എന്തായാലും UDF-നായിട്ട് സപ്പോർട്ടായിരിക്കും. 14-ാം വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നല്ല വർക്കാണ് UDF ചെയ്തത്. അതിനുള്ള അവിടെ അഷ്റഫ് തറമനായിരുന്നു. ഇല്ലിസ് കപൂറിന്റെ പണത്തിന്റെ ആധിപത്യത്തിൽ നിന്നാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. അതും വലിയ ഭൂരിപക്ഷം. കഴിഞ്ഞ പ്രാവശ്യം 5 വോട്ടിനാണ് അഷ്റഫാണ് ജയിച്ചത്. അതിന് ഞങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട്. 92 വോട്ടാണ് ഞങ്ങൾ അത് ശക്തമായ ജനങ്ങളൊക്കെ വന്ന് അവരുടെ കളത്തരങ്ങളും പ്രചരണങ്ങളൊക്കെ സുന്നി മുജാഹിദ് പറഞ്ഞിട്ടൊക്കെ അതിലൊക്കെ തിരിച്ചടിയായിട്ട് അവർ പണത്തിനൊക്കെ മേലെ ഞങ്ങളുടെ ഉചിതമായ വിജയമാണ് വെച്ചത്. ഞങ്ങൾ എല്ലാ വോട്ടർമാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ 30-ാം വാർഡ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിന് കിട്ടിയത്. അതായത് ഭൂരിപക്ഷത്തിന് കിട്ടിയിരുന്നു. തീർച്ചയായിട്ടും 5 വർഷമായിട്ട് തിരൂര് നഗരസഭയിൽ മരിച്ചിരുന്ന ആളാണ് ഈ ബാവ ചെയർമാൻ. അയാൾ വൻ പരാജയം ഏറ്റുവാങ്ങിയത്. എല്ലാ പ്രാവശ്യം വിജയിച്ച് ഇങ്ങനെ കയറിപ്പോല. സ്വന്തം വാർഡ് വരെ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അയാൾ പ്രതിനിധാനം ചെയ്ത 29-ാം വാർഡിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല. ഒരു ക്ഷേമ പെൻഷൻ പോലും നടത്താതെ ജനങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന ഒരു ചെയർമാനായിരുന്നു ഈ 5 വർഷം. അതിനുള്ള തിരിച്ചടിയാണ് ചെയർമാൻ സ്ഥാനാർത്ഥി അടക്കം 27-ാം വാർഡ്. അയാളെ സിറ്റിംഗ് സീറ്റിലാണ് അയാൾ പരാജയപ്പെട്ടത്. ഇന്നൊരു കാര്യം പറയാനുള്ള സ്റ്റേഡിയത്തിന്റെ ഒരു നോക്കിയാൽ മതി. ആ സിന്തറ്റിക് ട്രാക്കൊക്കെ ആകെ പൊളിഞ്ഞെടുക്കാൻ ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭയങ്കര പ്രവർത്തനം വരെ ചെയ്തിട്ടില്ല. തിരൂര് ഇന്ന് ഒരുപാട് നല്ല നല്ല മഹാന്മാര് ഭരിച്ചിരുന്ന മുനിസിപ്പാലിറ്റിയാണ് തിരൂർ നഗരം. അതിനെ 5 വർഷം കൊണ്ട് ഒരു കൊള്ളസംഘം രൂപത്തിലാണ് തിരൂര് ഭരണസമിതി ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ്. ബാലറ്റിലൂടെ ജനങ്ങൾ ഒരു പ്രതീക്ഷ അറിയിച്ചു. നഗരസഭാ ഭരണം ഇവിടുത്തെ കുത്തക ലോബികളെ കയ്യിൽ നിന്ന് ജനകീയ UDF-ന്റെ സംവിധാനത്തിലുള്ള ജനകീയ മുന്നണിക്ക് ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. 10-ാം വാർഡും 11-ാം വാർഡിലെ പ്രതിപക്ഷ നേതാവിന്റെ വാർഡാണ് ഞങ്ങളുടേത്. അദ്ദേഹം ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയത്തെയാണ് ഈ കാണുന്ന മുനിസിപ്പാലിറ്റി പ്രയത്നിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിജയം തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനും കൂടി ഈ അവസരം ഞങ്ങൾ മുതലാക്കുന്നത്. 10-ാം വാർഡ് പോയി ബിസിനസ്സുകാർ നല്ല ഇറങ്ങിയിട്ടും അവിടെ കിട്ടിയിട്ടില്ല. 10-ാം വാർഡ് അവിടെ UDF-ന്റെ കുത്തക പാകിസ്ഥാനി. അതുപോലെ തന്നെ വി അബ്ദുറഹ്മാന്റെ വലങ്കൈ എന്ന് പറയുന്ന ഇസാക്ക്, അവരുടെ വാർഡായ 6-ാം വാർഡിൽ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഇവിടുത്തെ ജനങ്ങൾ നന്നായിട്ട് ഇവിടുത്തെ കുത്തക ലോബികൾ, ഇടതുപക്ഷം ഇന്ന് വിലക്ക് വാങ്ങിച്ച കുത്തക ലോബികൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങൾ ബാലറ്റിലൂടെ ഇപ്രാവശ്യം അറിയിച്ചത്. തിരൂർ മുനിസിപ്പാലിറ്റിയിലെ 14-ാം വാർഡിൽ നിന്നും വിജയിച്ച സജന അൻസാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും 14-ാം വാർഡിലെ CPM-ന്റെ സംസ്ഥാന നേതാക്കളടക്കം DYFI-യുടെ സംസ്ഥാന നേതാക്കളടക്കം പലരും അരങ്ങു വാണിട്ട് പോലും ഒരു പേർക്കും ആർക്കും വിട്ടുകൊടുക്കാതെ 92 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വമ്പൻ വിജയം വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സ്വജനപക്ഷപാതത്തിനും അഴിമതി ഭരണത്തിനും എതിരെയുള്ള തീർച്ചയായും വിജയമാണിത്. തിരൂർ മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും 2 ചെയർമാൻമാരടക്കം പലതരത്തിലുള്ള അഴിമതികൾ നടത്തിയിട്ടും അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് തിരൂർ മുനിസിപ്പാലിറ്റി UDF തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു പിടിക്കുന്നു. ഞങ്ങൾ ജയിച്ചു, ഞങ്ങളെ ജയിക്കും, ഇനിയും ഞങ്ങൾ ജയിക്കും. 11-ാം വാർഡിൽ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 11-ാം വാർഡ് കാലങ്ങളായിട്ട് തിരൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്ന സമയത്തൊക്കെ 11-ാം വാർഡ് UDF-ന്റെ കയ്യിലായിരുന്നു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ പ്രാവശ്യം LDF-ന്റെ കൈകളിലായി. അവരുടെ ഭരണവിരുദ്ധ വികാരവും പിന്നെ അതേപോലെ തന്നെ യാതൊരു വികസന പ്രവർത്തനങ്ങളും 11-ാം വാർഡ് നടന്നിട്ടില്ല എന്നതിനുള്ള ജനങ്ങളുടെ മറുപടിയാണ് ഈ വോട്ടിങ്ങിലൂടെ കാണാൻ കഴിയുന്നത്. വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. 7, 8, 9 നല്ല സന്തോഷമുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് നിലനിൽക്കേണ്ടത്. UDF-ന്റെ സ്ഥാനാർത്ഥികളും വിജയിച്ച ഒരു
സംസാരിച്ചത്. ഓരോ വാർഡിലെയും വിജയത്തെക്കുറിച്ചാണ് UDF നമ്മോട് സംസാരിച്ചത്. 19 സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷം 19 സീറ്റിൽ UDF-നുണ്ടായി. LDF-ന് 16 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. സ്വതന്ത്രം 2 സീറ്റിലും BJP 1 സീറ്റിലുമാണ് വിജയിച്ചത്. എന്താ പറയുക? മുപ്പത്തെട്ടാം വാർഡിൽ ഒരുമിച്ച് നിന്നിട്ട് പോലും ഇവിടെ ഇസ്ലാമിനെ പോലെയുള്ള തീവ്ര സംഘടനകളെ കൊണ്ട് എട്ടാം വാർഡിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിന് മറുപടിയാണ് സഖാവ് ഖദീജ യൂസഫ് നമ്മോട് സംസാരിച്ചത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പ്രതിപക്ഷത്തെ ഇന്ന് മുതൽ LDF ആയിരിക്കും ഇനി ഭരിക്കുക. പത്തൊമ്പത് സീറ്റിൽ UDF ഭരണം നിലനിർത്തും. LDF 16 സീറ്റിലും സ്വതന്ത്രർ 2 സീറ്റിലും BJP 1 സീറ്റിലുമാണ് തിരൂർ നഗരസഭയിൽ ഇനി ഭരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ LDF-ന്റെ വിജയാഹ്ലാദ പ്രകടനത്തിന് മുന്നിലും എതിർവശത്ത് UDF-ന്റെ വിജയാഘോഷവും നടക്കുകയാണ്. തത്സമയം LDF സ്ഥാനാർത്ഥികളുടെ ഹാരാർപ്പണമർപ്പിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF സ്ഥാനാർത്ഥികളെ ആരമണിക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. തത്സമയം എന്റെ വിജയമല്ല, എന്റെ പാർട്ടിന്റെ വിജയമാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് തിരിച്ചടിയായിട്ട് നമ്മൾ പാർട്ടി കൊടുത്ത വിജയമാണ്. LDF-ന്റെ വിജയാഘോഷമാണ്. സ്ഥാനാർത്ഥികളുമുണ്ട്. കഴിയാത്ത അവസ്ഥ. എതിർവശത്ത് UDF പ്രകടനം
വിജയാഘോഷ പ്രകടനം ഇതാ തത്സമയം മീഡിയ ന്യൂസ് കേരള നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. മീഡിയ ന്യൂസ് കേരള തത്സമയം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. UDFിൻ്റെ വിജയം, വ്യക്തമായ വിജയം. 19 സീറ്റിൽ UDF വിജയിച്ചിരിക്കുകയാണ്. മാഷോട് ചോദിക്കും. നമുക്ക് സലാം മാഷോട് തന്നെ ചോദിക്കാം. തിരൂരിൽ UDFിൻ്റെ അഭൂതപൂർവമായ വിജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. UDF 19 വാർഡുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ചു വന്നിട്ടുണ്ട്. UDFിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും എന്ന് ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുകയാണ്. തിരൂരിലെ മുഴുവൻ ജനങ്ങളും UDFിൻ്റെ ഒപ്പമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ്. UDFിന് നഷ്ടപ്പെട്ട 2-3 സീറ്റുകൾ വളരെ തുച്ഛം 2-3 വോട്ടുകൾക്കും 4 വോട്ടുകൾക്കും മാത്രമാണ് നഷ്ടപ്പെട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് നന്നായി പ്രവർത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. ജനങ്ങളും നാട്ടുകാരും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സന്തോഷം. UDFിൻ്റെ വിജയിച്ച സലാമാഷ്കൊപ്പമാണ് നമ്മളുള്ളത്. UDF 19 സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുകയാണ്. ഇനി ഭരണത്തിൽ UDF മാത്രം. LDF പ്രതിപക്ഷത്ത് 16 സീറ്റിൽ വിജയിച്ചു. 2 സ്വതന്ത്രരും 1 BJPയും അടക്കം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തിരൂർ നഗരസഭയുടെ ഇലക്ഷൻ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. നമ്മൾ കോൺഗ്രസിൻ്റെ PG സുരേഷിലേക്ക് പോകാം. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. മതവിദ്വേഷികളും നിരീശ്വരവാദികളുമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ താക്കീതാണ് തിരൂർ മുനിസിപ്പൽ ഭരണം UDFിൻ്റെ കൈകളിലെത്തിയിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്ത ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. തിരൂർ നഗരസഭ ഇനി UDF ഭരിക്കും. 19 സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF ജയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് ഇനി 16 സീറ്റോടെ LDFും 2 സീറ്റ് സ്വതന്ത്രരാണ്, 1 സീറ്റ് BJP. തിരൂർ നഗരസഭയുടെ മുന്നിൽ നിന്നും മീഡിയ ന്യൂസ് കേരളയ്ക്ക് വേണ്ടി ക്യാമറാമാൻ ബിനുവിനൊപ്പം പ്രമോദ് മാക്കോത്ത്.